താങ്ക് യു ഷെയ്ൻ ബ്രോ. താങ്ക് യു സോ മച്ച്. എന്റെ സ്ക്രീൻ ഷെയറിങ് വോയിസ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പലയിടങ്ങളിലും മഴ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും കുറച്ച് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. പലയിടങ്ങളിൽ നിന്നും മഴയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരുടെയും പേരിൽ, എല്ലാ ലീഡേഴ്സിന്റെ പേരിൽ ഒരിക്കൽ കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്റെ പേര് കെവിൻ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പം അഡ്വക്കേറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് നിയമമുണ്ട്. എനിവേ, എന്റെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. റൈറ്റ് നോ സ്റ്റേയിങ് ഇൻ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏകദേശം ഒരു 6-7 വർഷത്തോളമായിട്ട് ബ്ലോക്ക് ചെയിനെ പറ്റിയും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റിനെ കുറിച്ചും അങ്ങനെ ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചുള്ള ട്രേഡിംഗ്, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ എടുക്കാറുണ്ട്. ഒരു UK ബേസ്ഡ് ആയ ഒരു സിസ്റ്റം അക്കാഡമിയുടെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷമാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ട്രെയിനിങ്സ് എടുത്തു തുടങ്ങിയത്. ഇതാണ് എന്നെ കുറിച്ച് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. എനിവേ, എല്ലാവർക്കും അറിയേണ്ടത് എന്നെ കുറിച്ചല്ല, ഈ പ്രോജക്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഷൈൻ ബ്രോ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ 6 മാസത്തേക്കോ അല്ല, വരുന്ന 5 വർഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ഒരു വലിയ മാറ്റമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് ടെസ്ലാക്സ് എന്നാണ്. നമ്മുടെ ഡൊമൈൻ ടെസ്ലാക്സ്.എനർജി. നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഏത് പോസിബിലിറ്റി ആണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എലോൺ മസ്കിന്റെ ഒരു AI പ്ലാറ്റ്ഫോം ഉണ്ട്. ChatGPT പോലെ, ഡീപ് സീക്ക് പോലെ മറ്റൊരു AI പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഗ്രോക്ക്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കാം. മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് ചെയിനിലുള്ള പ്രോജക്റ്റ് ആകുമ്പോൾ ഏത് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയണം. നമ്മളൊരു BSC വെബ്20, ബിനാൻസ് സ്മാർട്ട് ചെയിനിലെ വെബ്20 നെറ്റ്വർക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി കൂടുതൽ നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്ന്, എന്തിനു വേണ്ടി ഈ പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നോളജി എപ്പോഴും പുതിയ പുതിയ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അഡ്വാൻസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ലൈഫിന് മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ലൈഫിന്റെ അടുത്ത ലെവൽ നമ്മൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അഡ്വാൻസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ മൈൻഡ് സെറ്റ് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ അടുത്ത ലെവലിൽ ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, എന്ന് വെച്ചാൽ നാളെ എന്താണ് വരുന്നുള്ള മനസ്സിലാക്കി അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ടെസ്ലാക്സിന്റെ ഏറ്റവും വലിയ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു അംബ്രയിൽ പറയുന്നത് പോലെ തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ സ്വപ്നം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് അൺഡൗട്ടഡ്ലി ബിറ്റ്കോയിൻ തന്നെയാണ്. BTC എന്നറിയപ്പെടുന്ന ബിറ്റ്കോയിൻ. അതിനുശേഷം നമുക്കറിയാം BNB നമുക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആണ്. സൊളാന, റിപ്പിൾ. ഒരു 4-5 വർഷം മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറൌണ്ട് 3 ഇയേഴ്സ് ബാക്ക് ആണ് കുറെ പേര് ധാരാളം കാശ് ഉണ്ടാക്കിയ ഒരു കറൻസിയാണ് ഡോജ്. എലോൺ മസ്ക് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കറൻസി. ഒരുപക്ഷെ അതിന്റെ ഒരു ഡെവലപ്പേഴ്സ് കുറേയേറെ വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നെക്സ്റ്റ് നമ്മുടെ കറൻസി ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം സക്സസ്ഫുൾ ക്രിയേഷൻ ഓഫ് ഡോജ് ഹാസ് ഇൻസ്പയർഡ് അസ് ടു ക്രിയേറ്റ് ടെസ്ലാക്സ്.എനർജി. അത് കറക്റ്റായിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലൊരു കറൻസി ആവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സാധ്യത മാത്രം പോരല്ലോ, അതിന് വ്യക്തമായ പ്ലാനിങ് വേണം. ആ പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പ്രോജക്റ്റിന്റെ 4-ാമത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മാർട്ട് കോൺട്രാക്ടുകളെ കുറിച്ചാണ്. സ്മാർട്ട് കോൺട്രാക്ടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് ഡീസെൻട്രലൈസേഷൻ എന്നാന്ന് ചെറുതായി ഒന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയാം, ഇപ്പം കഴിഞ്ഞ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വളരെ വിശദമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതിനൊരു ഓണർ ഉണ്ടാവും. ആ സിസ്റ്റത്തിന് പറയുന്നതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രീകൃതമായ ഒരു സംഗതി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും അറിയാം, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന രൂപ ആയിക്കോട്ടെ, മറ്റ് റിയൽ ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഡോളർ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആണ്. ഒരു ഗവൺമെന്റ് ആണ് അത് നോക്കുന്നത്. ആ ഗവൺമെന്റിന്റെ പോളിസിക്ക് അനുസരിച്ച് കറൻസിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ സെൻട്രലൈസ്ഡ് കറൻസി എന്ന് പറയുന്നു. പക്ഷെ ലോകത്തിന് മൊത്തം എന്നുള്ള രീതിയിൽ ഒരു കറൻസിയുടെ ആവശ്യകത വന്നു. അങ്ങനെ വന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഒരു ഗ്ലോബൽ കറൻസി ഉണ്ടാവണം. ഇന്ത്യയിൽ നിന്ന് ഗൾഫിൽ പോയാൽ അവിടെ ഉപയോഗിക്കാൻ പറ്റണം, US പോയാൽ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം. അവിടുത്തെ ലോക്കൽ കറൻസി ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ സാധിക്കണം. എന്നാൽ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി പറയുന്നതനുസരിച്ച് ഇതിനെ മാറ്റാൻ സാധിക്കരുത്. അതിനെ മാറ്റണമെങ്കിൽ ഒരൊറ്റ ഒരാൾ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നത്, അതിന്റെ വിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പബ്ലിക്കാണ്. അത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമാണ്. ഒരുപക്ഷെ പഴയതിലേക്ക് തിരിച്ചു പോകുന്നതാണെന്ന് തന്നെ പറയാം.
ഇടനിലക്കാരനില്ലാതെ പബ്ലിക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ എല്ലാം പബ്ലിക് ലെഡ്ജർ എന്നൊക്കെ പറയപ്പെടാറുണ്ട് ബ്ലോക്ക് ചെയിനെ കുറിച്ച്. അതാണ് ഡീസെൻട്രലൈസേഷൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയും ഇന്റർനെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ബ്ലോക്ക് ചെയിനിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. 24 മണിക്കൂറും 7 ദിവസവും, അതായത് 24/7 ഇത് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ BSC Web20 നെറ്റ്വർക്ക്. BSC Web20 നെറ്റ്വർക്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയ നെറ്റ്വർക്കും വളരെ ഗ്യാസ് ഫ്രീ എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചാർജ് കൊടുക്കണം. അതിന് നമ്മൾ ഗ്യാസ് ഫീ എന്ന് പറയുന്നു. വളരെ ലോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഫീ, എന്നാൽ ഹൈ സ്പീഡും മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്ന, ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതിന്റെ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ് BSC Web20 നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. എനിവേ, നമ്മുടെ പ്രോജക്റ്റിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. നമ്മളുടെ പ്രോജക്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് വെറുതെ ഇരുന്നാലും എനിക്ക് പണം കിട്ടണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ $1000 നിങ്ങൾ പർച്ചേസ് ചെയ്താൽ, $1000 ഇക്വലന്റ് ആയി നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു $2000 ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കിട്ടണം എന്നൊരു ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ അത് അതിന് മുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനൊരു പ്ലാനിങ് അല്ലെങ്കിൽ അതിനൊരു എക്സിക്യൂഷൻ പ്ലാൻ ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ സിസ്റ്റം. ഒരിക്കലും ഞാൻ ഇതിനെ കമ്പനി എന്ന് പറയില്ല ഇനി മുതൽ. കാരണം കമ്പനി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഇപ്പോൾ ഇത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഈ പ്രോഗ്രാം 100% ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ സിസ്റ്റം ഈ പറയുന്നത് പോലെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി 4 തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫോറക്സ് ആണ്, നമുക്കറിയാം കറൻസി ട്രേഡിംഗ്. രണ്ടാമത് ഒരു കറൻസിയുടെ ഡെവലപ്മെന്റ് ആണ്, ടെസ് എന്ന് പറഞ്ഞൊരു കറൻസി. മൂന്നാമത് ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. നാലാമത് ഒരു Web3 ബ്ലോക്ക് ചെയിൻ ലേണിംഗ് അക്കാഡമിയാണ്. ഇതെന്താന്നുള്ളത് അതായത് നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് $100 ഇട്ടാൽ അത് $200 ആയി എടുക്കണമെങ്കിൽ അത് ഒരാളുടെ പണം ഇപ്പുറത്തിട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രം ആവരുത്. അവിടെ അതിനൊരു വ്യക്തമായ വഴി ഉണ്ടാവണം. അതാണ് നമ്മൾ ഫസ്റ്റ് രീതി. അതിന് പറയുന്നത് ഫോറക്സ് ട്രേഡിംഗ് എന്നാണ്. നമുക്കറിയാം, പലരും കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ കറൻസി പെയറുകൾ തമ്മിൽ വില കുറയുമ്പോഴും കൂടുന്നതിനുള്ള മാർക്കറ്റുകൾ തമ്മിലുള്ള വ്യത്യസ്തമായ മാർക്കറ്റുകൾ തമ്മിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുമ്പോൾ അവിടെ നമുക്കൊരു ലാഭം കിട്ടും. ആ ലാഭത്തിനെ നമ്മൾ ഇവിടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. ഇതിനു വേണ്ടി ഒരു സിസ്റ്റം വെറുതെ നമുക്ക് പറ്റില്ല. അതിനുവേണ്ടി ഒരുപക്ഷെ വർഷങ്ങളുടെയും മാസങ്ങളുടെയും അതിന്റെ കാൽക്കുലേഷൻസ് നടക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീപ് സീക്ക് പോലെ, ChatGPT പോലുള്ളൊരു പ്ലാറ്റ്ഫോം. അപ്പൊ ഇത് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഡബിൾ ആക്കി തരും, ഒരു മാസം കൊണ്ട് ഡബിൾ ആക്കി തരും, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പോസിബിൾ അല്ല എന്നുള്ളത് തന്നെയാണ്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ഫണ്ട് 2 ഇരട്ടിയാവും, ഒരു മാസം കൊണ്ട് 2 ഇരട്ടിയാവും, അങ്ങനെയൊന്നുമല്ല. ഇത് 100% എനിക്ക് നഷ്ടമില്ല, അങ്ങനെയുമല്ല. ഞാൻ തുറന്നു പറയാണ്, ഇത് മൺഡേ മുതൽ ഫ്രൈഡേ വരെ ട്രേഡിംഗ് ഓപ്പൺ ആയിരിക്കുന്ന സമയങ്ങളിൽ ഇത് വർക്ക് ചെയ്യും നമുക്ക് വേണ്ടി. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ലോസസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെച്ചാൽ നമുക്കറിയാം പലയിടങ്ങളിൽ ഇപ്പം നമ്മൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ പാതിരാത്രി മുഴുവൻ നമ്മൾ ഇരിക്കേണ്ടി വരും. നമ്മൾ എന്താണ് പറയുക, ഉറക്കമുളച്ചിരിക്കേണ്ടി വരും. നമുക്ക് ഇമോഷൻസ് ഭയങ്കര പ്രശ്നം, നമുക്ക് ഡിസിഷൻ എടുക്കുന്ന പ്രശ്നങ്ങള് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളൊക്കെ ഇത് പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോകും. അപ്പൊ അവിടെയാണ് റോബോട്ടിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ AI നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല, ലോസുകൾ പരമാവധി കുറയ്ക്കുകയും എന്നാൽ നല്ലൊരു ലാഭം നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അറൗണ്ട് 4.5% പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായി മാർക്കറ്റിന്റെ മാറ്റങ്ങൾ അനുസരിച്ചുള്ള ഡിസിഷൻ ഇതിനെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഡാറ്റ ഡ്രിവൺ ആണ്. ഓരോ ദിവസവും മാർക്കറ്റിലെ ന്യൂസ് ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇമോഷൻസ് ഫ്രീ ആണ്. എന്ന് വെച്ചാൽ 24 മണിക്കൂറും വർക്ക് ചെയ്താലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരിക്കലും ഉറക്കം വരില്ലല്ലോ. എന്ന് വെച്ചാൽ അതിന്റെ ക്ഷീണം ഫീൽ ചെയ്തില്ല, അതാണ് പറയുന്നത്. അപ്പൊ അതിന് ധാരാളം നാളുകളായി ഇതിന്റെ പുറകിൽ വലിയ വർക്ക് നടക്കുന്നുണ്ട്. ഓരോ ദിവസവും അത് പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതിനനുസരിച്ച് അതിന്റെ അൽഗോരിതം ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ്. അതിപ്പം ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നമുക്കൊരു ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഫോറക്സിലാണ് നടക്കുന്നത്. അതിലൂടെ നമുക്കൊരു പണം ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഇത് മാത്രം പോരാ, നമുക്ക് കൂടുതൽ പണം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ രണ്ടാമത്തെ വഴി ആയത്
നമുക്ക് ടെസ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിനെ ഡെവലപ്പ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ സാധ്യമാണ്. ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതിന് ചുറ്റും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനെ നമുക്ക് 4-5 ഫേസുകളായിട്ട് ഇതിനെ തരംതിരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ ഇവിടെ സംഭവിക്കുന്നത് ഇതിന് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പണം ഉപയോഗിച്ചല്ല ഈ ക്രിപ്റ്റോ കറൻസി ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് പല സിസ്റ്റംസും ഇപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ $1000 ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കറൻസിയുടെ വില കൂടും. അതല്ല, നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് പകരം ആദ്യം കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തർക്കും നമ്മൾക്ക് എന്ത് കിട്ടുന്നു, ഈ കറൻസി ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫേസ് 1 ഡെവലപ്മെന്റ് സംഭവിക്കും. അതിനുശേഷം ഇത് ഏത് നെറ്റ്വർക്കിലാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ BEP20 നെറ്റ്വർക്കിലാണ്. അതിനുശേഷം നമുക്കൊരു വൈറ്റ് പേപ്പർ നമ്മുടെ കയ്യിലേക്ക് ലഭ്യമാവും. അതിനു ചുറ്റും വേണ്ടി റോഡ് മാപ്പ്, വെബ്സൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡെവലപ്ഡ് ആവും. ഇങ്ങനെയൊക്കെ ക്ലിയർ ആയി വരുമ്പോഴത്തേക്കും ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനുവേണ്ടിയാണ് ടെലിഗ്രാം പോലുള്ള മാർഗങ്ങൾ, ഡിസ്കോഡ് പോലുള്ള കമ്മ്യൂണിറ്റികൾ, ട്വിറ്റർ, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സ്, അങ്ങനെ പല മീഡിയങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. ഇങ്ങനെ മീഡിയംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലോകത്തിന്റെ പല ഭാഗത്തും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അവർ പുതിയ നല്ല ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ക്രിപ്റ്റോ കറൻസികൾ തിരഞ്ഞെടുത്ത് അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ, $10,000, $20,000 ഒക്കെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപയൊക്കെയാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ എനിക്കറിയാം. അവരുടെ ജീവിതത്തിലെ 50% സമ്പാദ്യം അവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള നല്ല കറൻസികൾ കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കാൻ വേണ്ടിയാണ് ഒരു PR ടീം നമുക്കുണ്ട് ഓൾറെഡി. അവർ റൊമാനിയ എന്നാണ് വർക്ക് ചെയ്യുന്നത്. അവരത് ലോകം മുഴുവൻ എത്തിക്കും. എങ്ങനെ, നമ്മളുടെ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് ലോകം മുഴുവൻ എത്തിക്കുന്നു. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 4th ഫേസിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കറൻസി ആദ്യം ഡെക്സ് എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് പാൻകേക്ക് സ്വാപ്പ്, ഇങ്ങനെയുള്ള ഡെക്സുകളിൽ നമ്മൾ ഇതിനെ കൊണ്ടുവരും. അവിടുന്ന് ആൾക്കാർ ഇത് ഫസ്റ്റ് പർച്ചേസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി പർച്ചേസ് ചെയ്ത് തുടങ്ങുന്നു. അവർ പർച്ചേസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ബൈയിങ് സെല്ലിങ് സ്വാഭാവികമായി സംഭവിച്ചു തുടങ്ങും. ഇങ്ങനെ സംഭവിച്ചു തുടങ്ങുമ്പോഴത്തേക്കും കൂടുതൽ ജനങ്ങളെ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ എല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപക്ഷെ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഒരു സംഭവമായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക, അവരൊരു ഫോണിൽ ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഗെയിമിംഗ് എന്ന് പറയുന്നത് അതിഭയങ്കര ഒരു ഇൻഡസ്ട്രിയാണ്. P2E കാലഘട്ടമാണ്. പ്ലേ ടു ഏൺ എന്ന് പറയും. നമ്മൾ ഗെയിം കളിക്കുന്നത് പണ്ട് എന്റർടൈൻമെന്റിന്റെ പർപ്പസിനായിരുന്നു എന്നുണ്ടെങ്കിൽ, നമുക്ക് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതിന്റെ കാര്യം, ഇന്ന് ആ ഗെയിം എന്ന് പറയുന്നത് സാമ്പത്തികം നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കാനും ഒരേപോലെ തന്നെ പോകാനും അത് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. രണ്ടിനുമുള്ള ഒരു എന്റർടൈൻമെന്റിന് അപ്പുറത്തേക്ക് ഇന്നത്തെ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇന്ന് മാറി. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടി ധാരാളം വ്യക്തികൾ, ഹെവിയായി പണമുള്ള ആൾക്കാർ മുതൽ സാധാരണക്കാർ വരെ ഗെയിം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് പോലുള്ള ഗെയിമിംഗ്. ഒരുപക്ഷെ ക്രിപ്റ്റോയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാത്ത ആൾക്കാരും ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് നമ്മൾ കാണുകയുണ്ടായി. അപ്പം കമ്മ്യൂണിറ്റി ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ PR ടീം കൊടുക്കും നമ്മളുടെ ഇങ്ങനത്തെ ഗെയിം. പല വെബ്സൈറ്റിലും നമ്മളുടെ ആഡുകൾ വരും. ഈ ആഡ് കണ്ട് അവർ ഇങ്ങോട്ടേക്ക് വരും, ഗെയിമുകൾ അവർ കളിച്ചു തുടങ്ങും. അങ്ങനെയുള്ള സമയത്തേക്ക് ഫൺ ആൻഡ് അഡിക്ഷൻ സംഭവിക്കും. ഈ സമയത്ത് എന്ത് ചെയ്യും, ധാരാളം മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, NFT ഇതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. ഇതപ്പം 1 മാസം കൊണ്ട് സംഭവിക്കുമോ, 6 മാസം കൊണ്ട് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അതാണ് എന്റെ റിയാലിറ്റി. അതായത് BTC എന്ന് പറയുന്നത് 2009 ഡെവലപ്പ് ചെയ്ത് ഇന്ന് 1 കോടി രൂപ കവർ ചെയ്തത് എത്ര വർഷം കൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 2025 എത്തിയപ്പോഴത്തേക്കാണ് ഏകദേശം 16 ഇയേഴ്സ് എടുത്താണ് അത് എത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. നമുക്ക് എന്താണ് ഗുണം? വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ, ആദ്യകാലത്ത് ഈ പ്രോജക്റ്റിൽ കടന്നു വന്ന ഏർലി അഡോപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കറൻസി ഫ്രീ ആയി കിട്ടും. ഫ്രീ ആയി കിട്ടുന്ന കറൻസി ഇത്ര വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അന്നത്തെ വിലയ്ക്ക് വിൽക്കാം. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ഏതൊരു കറൻസിയും തുടക്കത്തിൽ അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് വളരെ നോമിനൽ, വളരെ ചെറിയ പൈസയ്ക്ക്, 10 പൈസയ്ക്കും ഒക്കെയാണ് BTC വാങ്ങിച്ച ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ കൂടെ ആൾക്കാർക്ക് എയർ ഡ്രോപ്പ് എന്നൊക്കെ പറയും. ഇനി ഒത്തിരി അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നതോടുകൂടി നിങ്ങൾക്ക് ഇത് ഫ്രീ ആയി കിട്ടുന്നു. നിങ്ങളുടെ പണമല്ല ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 1. അപ്പൊ 10 പൈസ അല്ലെങ്കിൽ 10 രൂപ, ചുരുക്കത്തിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയുടെ ഒരു കറൻസി 100 രൂപയാകുമ്പോൾ അതിന് ഉണ്ടാവുന്ന ഒരു ഹൈപ്പിൽ കിട്ടുന്ന ഒരു ലാഭം,
ആ ലാഭത്തിന്റെ ഒരു ശതമാനം നമുക്കും കിട്ടുന്നു. അങ്ങനെ അതിന് റിവാർഡ് സിസ്റ്റം വഴി, ഗെയിംസ് വഴി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച NFT പ്ലാറ്റ്ഫോംസ് വഴി, അതിനുശേഷം ഒരു ടോക്കൺ ബേണിംഗ് മെക്കാനിക്സും വർക്കാവും. അതായത് കറൻസിയുടെ എണ്ണം കുറയ്ക്കുന്നു, അപ്പൊ വീണ്ടും അതിന്റെ വില കൂടുന്നു. അങ്ങനെ ധാരാളം വഴികളിലൂടെ നമ്മളുടെ ടെസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരും. അങ്ങനെ ഏകദേശം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് 1-ൽ നിന്നും 5-ഉം 6-ലേക്കും നമ്മൾ എത്തും. അപ്പോഴത്തേക്കും ഇവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ക്രിപ്റ്റോയിലൂടെ മാത്രം, ഇതിലൂടെയുള്ള ഏണിങ്സ് വിട്ടോ, ഈ ക്രിപ്റ്റോ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടി, ആദ്യത്തെ കാലത്ത് കിട്ടി എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ലൈഫിൽ വലിയ രീതിയിലേക്കും ഉയരങ്ങളിലേക്കും എത്താൻ സാധിക്കും. അപ്പൊ അത് രണ്ടാമത്തെ വഴിയാണ്. അപ്പൊ മൂന്നാമത്തെ വഴി ഒരിക്കൽ കൂടി പറയുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്? ടെസ് പറയുന്നത്. ടെസ് എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. മൂന്നാമത്തത് ടെസ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം. ഇത് ഒരു വമ്പൻ വഴിത്തിരിവായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ USDT ആയിക്കോട്ടെ, BNB ആയിക്കോട്ടെ, BTC ആയിക്കോട്ടെ, കയ്യിലിരിക്കുന്ന ആൾക്കാർ അവരനുഭവിക്കുന്ന ഒരുപക്ഷെ ഒരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതാത് രാജ്യങ്ങളിലെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കറൻസിയായി ഇതിനെ മാറ്റുന്നതിലുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂർ ഇത് അവൈലബിൾ ആണ് എങ്കിൽ പോലും ഇത് ഡയറക്ട്ലി ഉപയോഗിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ടെസ് എന്ന് പറയുന്ന പേയ്മെന്റ് പ്ലാറ്റ്ഫോം. ഉദാഹരണത്തിന് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ $100 ഇട്ടു, $200 നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് കാശ് നിങ്ങളിൽ എക്സ്ട്രാ വന്നു. ആ എക്സ്ട്രാ കിട്ടിയ കാശ് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയെ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ് പോലുള്ള വാലറ്റുകൾ, ഈ വാലറ്റിൽ കിട്ടുന്ന ഏണിങ്സ് ഒരു കാർഡുമായി കണക്ട് ചെയ്യുന്നു. വിസ കാർഡ്, റൂപേ കാർഡ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഈ കാർഡ് നിങ്ങളുടെ അടുത്തുള്ള റെസ്റ്റോറന്റിലും നിങ്ങളുടെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലും നിങ്ങൾ എവിടെ പോയാലും ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഒരു കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ATM-ലോ പോയി നിങ്ങളുടെ USDT-നെയും നിങ്ങൾ ഈ പറയുന്ന കറൻസികളെയും ഡയറക്ട്ലി ഫിയറ്റ് കറൻസിയാക്കി മാറ്റാൻ സാധിക്കുന്നു എന്നൊരു സിറ്റുവേഷൻ വരുന്നു എന്ന് വെക്കുക. അവിടെ ഇന്ന് ലോകത്ത് മറ്റാരും അറിയപ്പെടുന്ന എന്ത് കറൻസി ഉണ്ടായിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ ടൈപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഡയറക്ട്ലി കൺവേർഷൻ ടു ഫിയറ്റ്. ഫിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തൊട്ട് ഉപയോഗിക്കുന്ന നമ്മളെ രൂപ പോലുള്ള കറൻസികളാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഡയറക്റ്റ് കൺവേർഷൻ വരുന്നു. അതിന് ഗ്ലോബൽ ആക്സസ് ഉണ്ടാവും. നിങ്ങൾ ഏത് രാജ്യത്ത് പോയി ഇത് കണക്ട് ചെയ്താലും അവിടുത്തെ രൂപയാക്കിയോ, അല്ലെങ്കിൽ അവിടുത്തെ റിയൽ ആക്കിയോ, അവിടുത്തെ ദർഹമാക്കിയോ നിങ്ങൾക്ക് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിനൊരു ഫീ ഉണ്ടാവും, ചെറിയൊരു ഫീ. ആ ചെറിയ ഫീ ഏതായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്രിപ്റ്റോ ടെസ് എന്ന് പറയുന്ന ഒരു കറൻസി ആയിരിക്കും. അപ്പം ഈ കറൻസിയുടെ വില വീണ്ടും കൂടാൻ ഇതിന് വീണ്ടും ഒരു ചാൻസ് കൊണ്ടുവരികയാണ്, റവന്യൂ വീണ്ടും ജനറേറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ വഴിയാണ്. ലോകത്ത് മുഴുവനുള്ള മൊത്തം കറൻസി ഡെവലപ്മെന്റ് കറൻസികളും നമ്മളുടെ കൂടെ ഒരു ടൈപ്പ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഒരു മാസീവ് ഡെവലപ്മെന്റ്. ഇത് മൂന്നാമത്തെ വഴിയാണ്. നാലാമത്തെ വഴി എന്ന് പറയുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ പലപ്പോഴും ചില കാര്യങ്ങളൊന്നും എനിക്കങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ. ബ്ലോക്ക് ചെയിൻ എന്താണത്, എന്താണ് Web3, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹം തോന്നും. പക്ഷെ ഇത് എവിടെ പോയി പഠിക്കും? സത്യമായും പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചുറ്റും എനിക്കൊരു അത്യാവശ്യം ഇതൊന്ന് പഠിക്കണം എന്ന് വിചാരിച്ച അങ്ങൊരു സ്ഥലമില്ല. അത് കുറച്ചുകൂടെ ജനകീയമാക്കുക എന്നുള്ളതാണ് നമ്മുടെ Web3 അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ലേണിംഗ് അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിനകത്ത് ഒത്തിരി കോഴ്സുകളുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ പക്ഷേ യങ്സ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട കോഴ്സുകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അനന്ത സാധ്യതകളാണ്. ബ്ലോക്ക് ചെയിൻ സർട്ടിഫിക്കേഷൻ, സ്മാർട്ട് കോൺട്രാക്ടിങ് ഓഡിറ്റിംഗ്, ക്രിപ്റ്റോ ട്രേഡിംഗ്, ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട് മാനേജർ, Web3 ആർക്കിടെക്ചർ, ഇങ്ങനെ പറയുന്ന ധാരാളം പ്രൊജക്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫ്രീ ആയി കൊടുക്കും. ആദ്യത്തെ 1-2 ക്ലാസ്സുകളും. ഈ 1-2 ക്ലാസ്സുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. ഇതിൽ നിന്ന് ആൾക്കാർ പെയ്ഡായി മാറും. അതിന് കോർപ്പറേറ്റ് ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കും. അതിന് എക്സാംസ് ഉണ്ടാവും, അതിന് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള, അതായത് പല കോളേജുകളിൽ നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഇതിന്റെ തുടക്കം കാണാൻ വേണ്ടി. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ പല കോളേജുകളും നമ്മുടെ ഹാക്കത്തോണുകളും Web3 ബൂട്ട് ക്യാമ്പ്സും നടക്കും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗെയിമിങ് പല പല കോളേജുകളിൽ ഡയറക്റ്റ് ഇന്റർ കോളേജ് മീറ്റ് പോലെ ഈ പരിപാടികൾ നടക്കും. ഇങ്ങനെ നടക്കുന്നതാണ് ഇതിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം. നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എഡ്യൂക്കേഷൻ ആണ്. നെക്സ്റ്റ് ലെവൽ എഡ്യൂക്കേഷൻ, അത് നമ്മളിവിടെ ലഭ്യമാക്കും. ഇതിലൂടെ നമുക്കൊരു മോണിറ്റൈസേഷൻ, തീർച്ചയായിട്ടും പണം സമ്പാദിക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു പങ്ക് നമുക്കിവിടെ കിട്ടുന്നു. അങ്ങനെ 4 വഴികളിലൂടെ നമ്മൾ മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി സാധ്യമാക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കടന്നു വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഡെക്സ് വാലറ്റ്, ടോക്കൺ പോക്കറ്റോ, ട്രസ്റ്റ് വാലറ്റോ, മെറ്റാമാസ്കോ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു BNB എന്നിപ്പോ $1000 ആണെങ്കിൽ $1000
10-30 രൂപയ്ക്കുള്ള BNB. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കൊരു ഇപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഈ പ്രോഗ്രാമിന്റെ നിങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ലിങ്ക് തരുന്നു. ആ ലിങ്ക് വഴി നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുന്നു. ഇത്രയും മാത്രം. നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ട്രേഡിങ്ങിലൂടെയുള്ള പ്രോഫിറ്റ്, മിച്ചമുള്ള വഴികൾ അത് വരുമ്പോൾ അതുവഴിയുള്ള പ്രോഫിറ്റ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആവും. ഇനി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എനിക്കൊരു 10,000 ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, പക്ഷെ 10,000-5,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ പരിചയമുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും? വെറും $100 സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ $100 സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ ഉദാഹരണത്തിന് ഒരു $1,000 ഒരാളെ കൊണ്ടുവന്ന് കരുതുക. ഈ $1,000 നിന്നും അദ്ദേഹത്തിന് ഡെയിലി എത്ര കിട്ടുന്നു? അദ്ദേഹത്തിന് ഡെയിലി 10 കിട്ടാം, 25 കിട്ടാം. ആ കിട്ടുന്നതിൽ നിന്നും 25% നമുക്കൂടെ അവൈലബിൾ ആവുന്നു. അതാണ് അതിന്റെ ലെവൽ 1 എന്ന് പറയും. ലെവൽ 1 അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും, ഡെയിലി കിട്ടുന്ന ഇങ്ങനത്തെ ഇൻകത്തിൽ നിന്നും ഇന്ന് മുടക്കിയാൽ നാളെ തൊട്ട് തന്നെ അവർക്ക് ഇൻകം കിട്ടും. അതിന്റെ 25% നമുക്ക് കിട്ടും. ലെവൽ 2 നിന്നോ 10%, ലെവൽ 3 5, അങ്ങനെ D1 D2 എന്ന് കാണിക്കുന്ന ഡയറക്റ്റ് സ്പോൺസേഴ്സിന്റെ എണ്ണമാണ്. അങ്ങനെ ഏകദേശം 40 ലെവലിൽ നിന്നും നമുക്കൊരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി വഴി നമുക്കൊരു വലിയ ഏണിങ്സ്. ആദ്യം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ലെന്നുണ്ടെങ്കിലും ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരാളായി മാറിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ഇൻകം, നമുക്ക് വലിയൊരു ഇൻകം നമുക്ക് സാധ്യമാവും. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. എന്താണ് റാങ്കിങ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ബൈനറി പ്ലാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബൈനറി പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലേക്ക് പോകുന്ന, രണ്ട് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനാണ്. പക്ഷെ അതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. കുറെ നാൾ കഴിയുമ്പോൾ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പാടാണ്. അവിടെയാണ് പ്രശ്നം. അവിടെ നമ്മൾ കടന്നു വന്നൊരു പ്ലാനാണ് ലെവൽ ഇൻകം, ലെവൽ പ്ലാൻ എന്ന് പറയും. ഈ ലെവൽ പ്ലാനും ബൈനറിയും കൂടെ ഒന്നിച്ചു വെച്ചുകൊണ്ട്, അതായത് ബൈനറിയുടെ മോശം വശങ്ങളെ ഒഴിവാക്കി ലെവൽ പ്ലാന്റെ മോശം വശമായ ഒരിക്കലും ഒരു ലീഡർ കൂടെ വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് അവർ കൊണ്ടുവരുമ്പോൾ കൂടുതൽ വരുമാനം കിട്ടും. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത? ബൈനറിക്കകത്ത് ഒരു ലീഡർ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന ലീഡറിന്റെ അടുത്ത ലെവലിലേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്കൊരു റാങ്കിങ് സിസ്റ്റം ഇവിടെ കിട്ടും. രണ്ട് ഓർഗനൈസേഷനിലും $1,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂബി എന്ന് പറയുന്ന ഒരു റാങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ആവും. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയും, നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്ന വരുന്ന എല്ലാ പ്രൊമോഷൻ പരിപാടികള്, സ്പെഷ്യൽ ഓഫേഴ്സ്, ഇതെല്ലാം അവൈലബിൾ ആവുന്നത് നമ്മുടെ റാങ്കിന്റെ ബേസിലായിരിക്കും. അതിലൊന്ന് മാത്രം ഞാൻ പറയുകയാണ്, ഫസ്റ്റ് ഒരു ഇൻകം ഉണ്ട്. നമുക്കൊരു ഇതിനെ സാലറി ആയിട്ട് തന്നെ കണക്കാക്കാം. ഇത് വരുമ്പോഴത്തേക്കും ഈ ഓർഗനൈസേഷന്റെ ഒരു പാർട്ടായി തന്നെ നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഇൻകം ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ട് ഓർഗനൈസേഷനിലും $1,00,000 എന്ന് മാച്ച് ചെയ്യുന്ന മുതൽ മന്ത്ലി നിങ്ങൾക്ക് ഏകദേശം ഒരു 50,000 രൂപ, $500 നമുക്ക് അവൈലബിൾ ആവും. 2 ലക്ഷം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓർഗനൈസേഷനിലും ടോട്ടൽ അക്കുമുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1,00,000 രൂപ മന്ത്ലി നമുക്കൊരു സാലറി ആയിട്ട് നമുക്ക് അവൈലബിൾ ആവും. ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി മിച്ചം ഇത് മാത്രമാണോ? അല്ല. ഓരോ റാങ്കിലും ഓരോ പ്രൊമോഷൻ ബേസിസിൽ ടൈം പീരീഡ് അനുസരിച്ച് സൂപ്പർ കാറുകള്, വിദേശ യാത്രകൾ വിത്ത് ഫാമിലി, അങ്ങനെ പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തും. ഓക്കെ, കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിലേക്ക് എത്തുന്നു. എനിവേ, ഏതൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴും തീർച്ചയായിട്ടും വെറുതെ പറഞ്ഞാൽ പോരാ, അല്ലെ? പറയുന്നതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടേ എന്ന് ഒരു പക്ഷെ നമ്മുടെ മൈൻഡിൽ തോന്നുന്നുണ്ടാവും. അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം ഞാൻ പറയുകയാണ്. ഇത് എന്ന് വരും എന്നുള്ളത് നമ്മൾ പറയും. ഈ വരുന്ന ദിവസം ഇത് കൊണ്ടുവരികയും ചെയ്യും. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം 30 ദിവസം, ഒരു മാസത്തിലേക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ലീഡേഴ്സ്. ഒരു മാസം വളരെ സക്സസ്ഫുൾ ആയി നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മുടെ സോഫ്റ്റ് ലോഞ്ച് പീരീഡ് ആണിത്. ഏതൊരു പ്രോഗ്രാമും എസ്പെഷ്യലി ഇൻ ബ്ലോക്ക് ചെയിൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാള് ടെസ്റ്റിംഗ് നടക്കും. ടെസ്റ്റിംഗ് ഒക്കെ ആയി കഴിഞ്ഞാലോ നമ്മൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്യും. അതാണ് സോഫ്റ്റ് ലോഞ്ച് പീരീഡ്. ഈ സമയത്താണ് നമ്മൾ കൂടുതൽ റിയൽ ടൈമിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ കാര്യം, 100% ഈ പ്രോജക്റ്റിന്റെ നമുക്ക് കിട്ടുന്ന പ്ലാൻ, ഈ പറയുന്ന പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഇതിനെ 100% ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് ആക്കി നമ്മൾ മാറ്റുന്നു. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് ആക്കി നമ്മൾ മാറ്റുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പേപ്പർ ലോഞ്ച്, ഇത് 2025 ഈ മാസം അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും ഈ പ്രോജക്റ്റ് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് മാറുന്നു. അതിനുശേഷം ഈ നമ്മുടെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? നമ്മൾ പറയുന്നതിനൊക്കെ മുമ്പേ ചെയ്യാൻ നമുക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. കാരണം പല പ്രോജക്റ്റും ഓൾറെഡി ഇതിന്റെ പുറകിൽ വലിയ എക്സ്പെരിമെന്റ്സ് നടത്തി ടെസ്റ്റിംഗ് ഫേസ് കഴിഞ്ഞ് കുറെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിംഗ് പ്രോജക്റ്റ് ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗെയിം എന്നാണ് ഡെവലപ്മെന്റ് പറഞ്ഞിരുന്നത്? ജൂലൈ 1 പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക്
ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് ഗെയിം. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, ഇത് കൊണ്ടുവരും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ടെസ് എന്ന് പറയുന്നതിന്റെ ക്രിപ്റ്റോ വൈറ്റ് പേപ്പർ ഉൾപ്പെടെ നമ്മൾ വിത്ത് ലിക്വിഡേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യും 2025 ജൂലൈ 1 അതിനുശേഷം 2025 സെപ്റ്റംബറിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ നടക്കും. എനിക്ക് അറിയാൻ സാധിച്ചത് ദുബായിലായിരിക്കും എന്ന് തന്നെയാണ്. പോകാൻ തയ്യാറായിക്കോളൂ. 2025 സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഇന്റർനാഷണൽ കൺവെൻഷൻ നടക്കുന്നു. ഒപ്പം സെക്കൻഡ് ഫേസ് ഓഫ് ഗെയിംസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറിയ ചെറിയ ഗെയിമുകളിൽ നിന്നും അടുത്ത ലെവലിലേക്ക് നമ്മുടെ ഗെയിംസ് വന്നു തുടങ്ങും. 2026 ജനുവരി ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഈ മൂന്നാമത്തെ പോയിന്റിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നമ്മൾ ലോഞ്ച് ആവുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വരുന്നതാണ് 2026 ജനുവരി. നമുക്കറിയാം ബെനാൻസ്, കുക്കോയിൻ ഇതൊക്കെ പറയുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളാണ്. അപ്പൊ അതിനുശേഷം 6ാമത്തെ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഓൺ ഡെക്സ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാമിലേക്കും നമ്മൾ കടന്നു വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാലറ്റുകൾ, ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ഇങ്ങനത്തെ വാലറ്റുകളാണ് അല്ലെ. ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ടൊരു വാലറ്റ് ഉണ്ടാവും. നമുക്കൊരു ലോഞ്ച് പാഡ് ആയിട്ട് പലരും നമ്മളുടെ കറൻസി, നമ്മളുടെ ടെസ് എന്ന് പറയുന്ന ഡെക്സ് പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ കറൻസി ഉപയോഗിക്കുന്നത് നമ്മുടെ കറൻസി ആയിരിക്കും ലോഞ്ച് പാഡിൽ ഉപയോഗിക്കുക. അതൊരു വമ്പൻ വഴിത്തിരിവായി മാറും. 2026 മാർച്ചിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോഫ്റ്റ് ലോഞ്ച് എന്തിന്റെയാണ്, 7ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ടെസ് എന്ന് പറയുന്ന പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സോഫ്റ്റ് ലോഞ്ച് 2026 സെപ്റ്റംബറിൽ ഉണ്ടാവും. അതിന്റെ ഫുൾ ലോഞ്ച് 2027 ജനുവരിയിൽ സംഭവിക്കുന്നു വിത്ത് കാർഡ് പേയ്മെന്റ് സിസ്റ്റം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർഡ് ഉൾപ്പെടെ. ഇന്ന് ആദ്യം അത് കിട്ടുക മെയിൻ ലീഡേഴ്സ് ഒരു റാങ്ക് അനുസരിച്ചായിരിക്കും. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അവർക്ക് ആദ്യം ഈ കാർഡ് കിട്ടും. ഈ സോഫ്റ്റ് ലോഞ്ചിന്റെ പീരീഡിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ഇതിനെ ഫിയറ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ലോഞ്ച് പീരീഡ്. അതിനുശേഷം ടു ദ എൻറ്റയർ കമ്മ്യൂണിറ്റി, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് 2027 ജനുവരിയിലായിരിക്കും. അതിനുശേഷം വമ്പൻ ഒരു പ്രോജക്റ്റ് ആണ്. ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ സൂം വഴി കേൾക്കുന്നത് ഇത്. നമ്മൾ ഒരുപക്ഷെ ഷഹീൻ ബ്രോ വെൽക്കം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഞങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നേരിട്ട് കാണുന്നതിനെ കുറിച്ചാണ് ഷഹീൻ ബ്രോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഫീൽ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോം ടെസ് എന്ന് പറയുന്ന ഒരു മെറ്റാവേഴ്സ് വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോം നമ്മൾ ലോഞ്ച് ചെയ്യും. ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടിയാണ് ലോഞ്ച് സംഭവിക്കുക. ഏതെങ്കിലും ഒരു 1-2 പ്രോജക്റ്റുകൾ ഈ പറയുന്നതിനകത്ത്, ഉദാഹരണത്തിന് ഗൂഗിള് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, അവര് നമ്മളുടെ വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോം മെറ്റാവേഴ്സ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുമായിട്ട് ഒരു ചെറിയ ഒരു 10% അവരുമായിട്ടൊരു കൊളാബറേഷൻ ചിന്തിച്ചു നോക്ക്. നമ്മൾ ലൈഫിൽ സെറ്റിൽ ആയിരുന്നു. ഇതാണ് ഈ പ്രോജക്റ്റിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം 2030 ജനുവരി ആകുമ്പോഴത്തേക്കും ഏകദേശം 5ഓളം മിനിമം ഗ്ലോബൽ എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും റൗണ്ട് ദ ഗ്ലോബ്. അന്ന് അസാധ്യമായ ബൈയിങ്ങും സെല്ലിങ്ങും നല്ലൊരു പ്രൈസ് റേഞ്ചിലേക്കും കിടക്കുന്ന ലോകം അറിയപ്പെടുന്ന ഒരു കറൻസിയാക്കി ഇതിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഈ റോഡ് മാപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. വെറുതെ ഒരു കാര്യം ഇങ്ങനെ എഴുതി വെക്കാൻ പോലും സാധിക്കില്ല, അത് ആദ്യം മനസ്സിലാക്കാം. അതിന്റെ വ്യക്തമായ ഇത് വരുന്ന 90 ദിവസത്തിനകത്ത് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്ന, 30 ദിവസം ഓൾറെഡി കടന്നു, ഇനി വെറും 60 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഗെയിംസും ടെസ് എന്ന് പറയുന്ന കറൻസിയും എത്തിക്കഴിഞ്ഞാൽ മിച്ചമുള്ള 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം എന്നും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അത് 100% ഇവിടെ നമ്മൾ പ്രാവർത്തികമാക്കും. 100% വിശ്വസിക്കാം. കാരണം ലൈഫില് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഭാഗ്യദേവത പറന്നു പോകുമെന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാഗ്യദേവത എപ്പോഴാ പറന്നു പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഭാഗ്യദേവതയെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി ചാടിക്കൊണ്ടേയിരിക്കണം. ഒരിക്കൽ ചാടി, രണ്ടാമത്തെ ചാടി, മൂന്നാമത്തെ ചാടി, ഭാഗ്യദേവത കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചാടാതിരുന്നാൽ ലൈഫിൽ ഒരു കാരണവശാലും നമ്മൾക്ക് ആ ഭാഗ്യദേവത നമ്മളിൽ എത്തത്തില്ല. നിങ്ങൾ പലരും ചാടി ഒടുവിൽ ടെസ്ല എക്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് മാത്രം കരുതിയാൽ മതി. 100% ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അതിന് നമ്മുടെ കൂടെ ശക്തരായ കരുത്തുറ്റ ഒരു പറ്റം ലീഡേഴ്സ് നമ്മളുണ്ട്. അവരെ നമുക്ക് ഒന്നൊന്നായി കാണാം. എനിവേ, ഈ MC കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷഹീൻ ബ്രോയ്ക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.